24 hours വണ്ടി നിങ്ങൾ പറയുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്ത് തരും. ഡ്രൈവർ ഞങ്ങളുടേതാണ്, കണ്ടക്ടർ ഞങ്ങളാണ്, ടിക്കറ്റ് മെഷീൻ ഞങ്ങളുടേതാണ്, വർക്ക്ഷോപ്പ് ഞങ്ങളുടേതാണ്, എല്ലാം ഞങ്ങളുടേതാണ്. ഞങ്ങൾ വേറെ വണ്ടി ഇറക്കും. ഇതുകൊണ്ട് എന്തോ KSRTCക്ക് ഒരു പണി കിട്ടി. ഒരു പണിയില്ല, എടുത്തോ. അടുത്ത വണ്ടി 113 വരെ 150 വണ്ടി ഞാൻ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ഓഫർ ചെയ്യുന്നു. പറഞ്ഞാൽ ചെയ്തിരിക്കും, ഒരു സംശയമൊക്കെ വേണമെങ്കിൽ എടുത്തു. അല്ല, ലോഹിത്തിലാണെങ്കിൽ ലോഹിത്തിൽ നമ്മൾ ഓടിക്കുന്നതിന് ഒരു വിരോധമില്ല. ഇങ്ങനെ പോകട്ടെ, ഇങ്ങനെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞങ്ങൾ ആഗ്രഹിക്കുന്ന അങ്ങനെ പറ്റുന്നത്. എടുത്തോളൂ. 113 വണ്ടി 24 മണിക്കൂറിനകം തിരിച്ചു തരാം. അവിടെ ഏൽപ്പിച്ചേക്കാം. എവിടെയാണെന്ന് പറയണം. പക്ഷേ ഇവിടെ അങ്ങ് നമ്മുടെ സ്ഥലത്തൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങളുടെ വണ്ടി വരും. കാരണം 250 വണ്ടി വരെയല്ലേ. ഈ സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ അലങ്കോലപ്പെടുത്തുന്നത് ഒരു ഭരണ സംവിധാനത്തിൽ, ഡെമോക്രസിയിൽ നല്ലതല്ല. 113 ബസ് ഞങ്ങൾക്ക് തരാം, KSRTC സ്റ്റാൻഡിൽ ഇനി ഇടാൻ പറ്റില്ല എന്നൊക്കെ വാർത്തയുണ്ട്. ഞാൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാർത്തകളുണ്ട്. ബസ്സുകൾ KSRTC സ്റ്റാൻഡിൽ തന്നെ തന്നെയേ ഞങ്ങൾ കിടക്കുള്ളൂ. ബസ്സുകൾക്ക് നിർബന്ധമൊന്നുമില്ല. കോർപ്പറേഷൻ ഇഷ്ടംപോലെ സ്ഥലം വേക്കൻറ്റ് ലാൻഡുണ്ട്. അങ്ങനെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ 100 1000 ബസ്സൊക്കെ ഇടാനുള്ള സ്ഥലമൊക്കെ കോർപ്പറേഷനുണ്ട്. പക്ഷേ ഞങ്ങളിപ്പോൾ അത്തരത്തിലുള്ള ആലോചനയൊന്നുമില്ല. അങ്ങനെയുള്ള ആലോചനയൊന്നുമില്ല. ഇത് പ്രധാനമായും കോർപ്പറേഷനിലുള്ള സാധാരണക്കാരായ കൂലിപ്പണിക്കാരുൾപ്പെടെ ദൈനംദിനം കൂലി വാങ്ങിച്ച് ജോലി ചെയ്യുന്നവരും വീട്ടു ജോലിക്ക് പോകുന്നവരും ഉൾപ്പെടെയുള്ളവർ കരഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പറഞ്ഞൊരു ആവശ്യം നിറവേറ്റാൻ വേണ്ടിയാണ് ഞങ്ങൾ KSRTCയോട് സംസ്ഥാന സർക്കാരിനോട് പറയുന്നത്. നിരവധി ഇടറോഡുകളിൽ ഇവിടെ വലിയ ബസ് പോകില്ല. ആ ഇടറോഡുകളിൽ ചെറിയ ബസ്സേ പോവുള്ളൂ. അതിന് ബസ് ഇവിടെ ഉണ്ട്. അത് രാവിലെ ഒരു 6 മണി മുതൽ 10 മണി വരെയും വൈകുന്നേരം ഒരു 3 മണി മുതൽ ഒരു 8 മണി വരെയും വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പാവപ്പെട്ട ആൾക്കാർക്ക് അത് ഗുണപ്പെടും. ഇനി നെയ്യാറ്റിൻകര നെടുമങ്ങാട് ഭാഗത്തേക്ക് വലിയ ബസ് വിടാം. ഈ ഓട്ട് ടൈമിൽ അവർ ഉപയോഗിച്ചോട്ടെ. നെയ്യാറ്റിൻകര നെടുമങ്ങാട് ഭാഗത്തേക്ക് വലിയ ബസ് KSRTCക്ക് വാങ്ങിച്ചു വിടാമല്ലോ. ഈ ഇടറോഡുകളിൽ ചെറിയ ബസ്സല്ലേ പോവുള്ളൂ. ബസ് ഇവിടെ ഉണ്ട്. ഇതാണ് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുവാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം. ഇനി മറ്റൊന്ന്, ഈ 2024 സെപ്റ്റംബർ മാസം 7-ാം തീയതി മുൻ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ്റെ FB പോസ്റ്റാണ് എൻ്റെ കയ്യിലുള്ളത്. അതിൽ പറയുന്നത്, ഞാൻ തിരുവനന്തപുരം നഗരസഭയുടെ പ്രഖ്യാപിത നയമാണ് കാർബൺ ന്യൂട്രൽ അനന്തപുരി എന്നത്. ഞങ്ങൾ ആദ്യം പറഞ്ഞ പോയിന്റ്, നഗരത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും സുഗമവും കുറഞ്ഞ നിരക്കിലും ഗതാഗത സൗകര്യം ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതി ഉൾപ്പെടുത്തി 115 വൈദ്യുതി ബസ്സുകൾ KSRTC സ്വിഫ്റ്റിന് വാങ്ങി നൽകിയത്. നഗരസഭ സ്വിഫ്റ്റിന് വാങ്ങി നൽകിയതെന്നാണ് LDF മേയർ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി രൂപം കൊടുത്ത ഒരു ത്രികക്ഷി കരാർ വ്യവസ്ഥ പ്രകാരമാണ്, ഇതാണ് ത്രികക്ഷി കരാർ, ഈ വൈദ്യുതി ബസ്സുകൾ സർവീസ് നടത്തേണ്ടത്. എന്നാൽ KSRTC ഈ കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ചതായാണ് പരിശോധനയിൽ കാണുന്നത് എന്ന് തുടങ്ങിയിട്ടാണ് ആര്യ രാജേന്ദ്രൻ്റെ 2024 സെപ്റ്റംബർ 7 ഫേസ്ബുക്ക് പോസ്റ്റ്. അപ്പോൾ LDFൻ്റെ മേയർ തന്നെയാണ് ഇക്കാര്യങ്ങൾ അന്ന് തന്നെ ഉന്നയിച്ചുകൊണ്ടത്.